സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. കേരള ചരിത്രത്തിലെ ഏറ്റവും നല്ല പെർഫോമൻസ് നമ്മുടെ പാർട്ടിയുടെ ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ പോവുകയാണ്. BJPയുടെ രാഷ്ട്രീയം ഈ രണ്ടുപേരെയും മാറ്റി ഇവിടെ ഒന്നാം പാർട്ടിയായി ഒന്നാം മുന്നണിയായി BJP മുഖ്യമന്ത്രി വരിക എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് 3 തെരഞ്ഞെടുപ്പാണ് കോൺഗ്രസ് പാർട്ടി നേരിട്ടത്. ആ 3 തെരഞ്ഞെടുപ്പും വളരെ ദയനീയമായിട്ടാണ് പരാജയപ്പെട്ടത്. ഇന്ത്യ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ കൂടെ അല്ല, ഇന്ത്യയുടെ കൂടെയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യൻ ഇൻട്രസ്റ്റിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം, ഫൈനാൻഷ്യൽ ഇറഗുലാരിറ്റി ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ആഭ്യന്തരമന്ത്രി ഇങ്ങനെയുള്ളൊരു ലോ ഉണ്ടാക്കിയത്. അല്ലാതെ ഇത് ഏതെങ്കിലും ഒരു മതത്തിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിനെതിരെയോ ഇതിനൊരു റിലീജിയസ് ആസ്പെക്റ്റ് പോലും ഇല്ല. CPM നയിക്കുന്ന LDF, കോൺഗ്രസ് നയിക്കുന്ന UDF ഇവിടെ ഭരണത്തിൽ വന്നിട്ട് ഇന്ന് ജനങ്ങൾക്ക് ഒരു കാര്യവുമില്ലെന്നുള്ളത് പതുക്കെ ജനങ്ങൾ തന്നെ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. BJP ദേശീയ സെക്രട്ടറിയും ദേശീയ വക്താവും സ്റ്റാർ ക്യാമ്പയിനറുമായ ശ്രീ അനിൽ ആൻ്റണിയാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ അനിൽ ആൻ്റണി. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് കേരളത്തിലെ ചൂടിലേക്കാണ് എത്തിയിരിക്കുന്നത്. രാഷ്ട്രീയ ചൂടും ഒപ്പമുണ്ട്. എങ്ങനെ തോന്നുന്നു കേരളം വീണ്ടും? ഡൽഹിയിൽ സാധാരണയൊക്കെ ചൂട് വരുമ്പോഴത്തേനും ഇതിനെ കഴിഞ്ഞൊക്കെ വലിയ ചൂടാണ്. 50 ഡിഗ്രിയുടെ ഒക്കെ അടുത്തെത്തും. പക്ഷേ രാഷ്ട്രീയ ചൂട് ഇവിടെ ഇപ്പം വളരെ കൂടുതലാണ്. ഈ തെരഞ്ഞെടുപ്പ് ഈ ചൂടേറിയ സമയത്ത് BJP വലിയ പ്രതീക്ഷയിലുമാണ്. കാര്യം കേരള ചരിത്രത്തിലെ ഏറ്റവും നല്ല പെർഫോമൻസ് നമ്മുടെ പാർട്ടിയുടെ ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കും. BJP ഇന്ന് ഇന്ത്യയിൽ ശ്രീ നരേന്ദ്രമോദിജി വന്നതിന് ശേഷം എല്ലായിടത്തും മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പം ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ തന്നെ ഇപ്പം നോർത്ത് ഈസ്റ്റിലൊക്കെ 8 സംസ്ഥാനങ്ങളിൽ ഒറ്റ സംസ്ഥാനം പോലും BJP 6-7 വർഷം മുമ്പ് ഭരിച്ചിട്ടില്ല. ഇന്ന് 8-7 സംസ്ഥാനങ്ങൾ NDA ഭരിക്കുന്നു, 4 BJP ഒറ്റയ്ക്ക് ഭരിക്കുന്നു. അതിൽ പല സംസ്ഥാനങ്ങളും 3-4% വോട്ടുണ്ടായിരുന്ന സ്ഥലങ്ങളിലെല്ലാം വെറും 10 വർഷം കൊണ്ട് ഏറ്റവും വലിയ പാർട്ടിയായി. ഇന്ന് കേരളത്തിലും അതുപോലുള്ളൊരു ഗ്രോത്ത് ട്രജക്ടറിയുടെ ഒരു ട്രാക്കിലാണ് ഇന്ന് BJP ഇവിടെ ഉള്ളത്. അപ്പം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20% വോട്ട് പാർട്ടിക്ക് മുന്നണിക്കുണ്ടായിരുന്നു. ഈ ലോക്കൽ ബോഡി ഇലക്ഷന് ഏകദേശം വോട്ട് കുറഞ്ഞു. പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു മേയർ ഉണ്ടായി, ഡെപ്യൂട്ടി മേയർ ഉണ്ടായി, കോർപ്പറേഷൻ ഉണ്ടായി, 2 മുനിസിപ്പാലിറ്റി ഉണ്ടായി, 30ഓളം പഞ്ചായത്ത് ഉണ്ടായി. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു. വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ BJP ഇല്ലാതെ ഇവിടെ ഏറ്റവും വലിയൊരു ഫാക്ടറായി മാറാൻ പോവുകയാണ്. ഇപ്പം UDFും LDFും 2 മുന്നണികളാണ്. പക്ഷേ കോൺഗ്രസിൻ്റെയും CPMൻ്റെയും വോട്ട് ഷെയർ എന്ന് പറഞ്ഞാൽ ഏകദേശം 30% അടുത്തോ അല്ലെങ്കിൽ അതിൽ താഴെയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു CPMന് ഏകദേശം 25% വോട്ട് ഷെയർ ഉള്ളൂ. കോൺഗ്രസിൻ്റെ വോട്ട് ഷെയർ ഏകദേശം 30-32% ഉള്ളൂ. മറ്റേ മുന്നണിയാണ്. അപ്പം BJP വോട്ട് ഷെയറിൽ ഇവർക്കൊപ്പം എത്തും. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇത്തവണ വോട്ട് ഷെയറിൽ മുന്നിലെത്തും. വോട്ട് ഷെയർ ഈ 2 പാർട്ടികളുടെ ഒപ്പത്തിനൊപ്പം അല്ലെങ്കിൽ അതിന് മുകളിലെത്തും. എത്ര സീറ്റുകളാണ് പ്രതീക്ഷിക്കുന്നത്? പണ്ടൊക്കെ ഒരു സമയത്ത് 140 സ്ഥലങ്ങളിലും NDA സ്ഥാനാർത്ഥികളെ കണ്ടുപിടിക്കാൻ തന്നെ പാടുള്ള ഒരു സമയം ഉണ്ടായിരുന്നു, ഒരു 20 വർഷം മുമ്പ്. ഇപ്പം 2010 മുമ്പ് വോട്ട് ഷെയർ വെറും 5%. അതിൽ നിന്ന് 20% വോട്ട് ഷെയർ ഉള്ളൊരു പാർട്ടിയായി. ഇന്ന് 140 മണ്ഡലങ്ങളിലും നല്ല ഫൈറ്റ് കൊടുക്കുന്ന സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. NDA BJP ഏകദേശം 100ഓളം സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരുവിധം എല്ലാ ജില്ലയിലും വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളുണ്ട്. ഇതെല്ലാം പുതിയ കാര്യങ്ങളാണ്. ഇതിൽ നല്ലൊരു വിഭാഗം വിജയിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ BJP വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ പോലെ കേരളത്തിലെ ഏതൊരു നിയമസഭാ മണ്ഡലത്തിലും വേണമെങ്കിൽ ഒരു അട്ടിമറി നടത്താം. ഇപ്പോൾ കോൺഗ്രസ് ആരോപിക്കുന്നത് കോൺഗ്രസ് മുക്ത ഭാരതാണ് BJPയുടെ ആത്യന്തിക ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് വരാതിരിക്കാൻ BJP ശ്രമിക്കുമോ? എന്തെങ്കിലും ഡീലുണ്ടാകുമോ? ഇന്ന് BJPയുടെ രാഷ്ട്രീയ അജണ്ട കേരളത്തിൽ LDFനെയും UDFനെയും മാറ്റി ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന NDA ഇവിടെ സർക്കാർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അല്ലാതെ CPM നയിക്കുന്ന LDF, കോൺഗ്രസ് നയിക്കുന്ന UDF ഇവിടെ ഭരണത്തിൽ വന്നിട്ട് ഇന്ന് ജനങ്ങൾക്ക് ഒരു കാര്യവുമില്ലെന്നുള്ളത് പതുക്കെ ജനങ്ങൾ തന്നെ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ 2 പേരെയും കൊണ്ടുവരാൻ BJPക്ക് യാതൊരു താല്പര്യവുമില്ല. അതല്ല BJPയുടെ രാഷ്ട്രീയം. ഒരു ഡീലുമില്ല. BJPയുടെ രാഷ്ട്രീയം ഇന്ന് ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി കേന്ദ്രത്തിലുള്ളപ്പം അതിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു BJP നയിക്കുന്ന ഒരു സർക്കാർ, NDA സർക്കാർ അതാത് സംസ്ഥാനങ്ങളിലും വന്ന് അവിടെ ഒരു ഡബിൾ എൻജിൻ സർക്കാർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇന്ന് കേന്ദ്ര സർക്കാരുണ്ട്, അതോടൊപ്പം തന്നെ ഏകദേശം 21 NDA സർക്കാരുകളുണ്ട്.
അതെല്ലാം ഇന്ത്യയിൽ നിന്ന് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സർക്കാരുകളുമാണ്. അതുപോലുള്ളൊരു ഡബിൾ എഞ്ചിൻ സർക്കാർ കേരളത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണെന്ന് BJPയുടെ അജണ്ട. BJPയുടെ സ്റ്റാർ ക്യാമ്പയിനറാണ് താങ്കൾ. അതുപോലെ തന്നെ അത് ഏറ്റവും സൂപ്പർ സ്റ്റാർ ക്യാമ്പയിനറാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി. ഈ നരേന്ദ്രമോദിജിയുടെ ഒരു പ്രചരണ ഇപ്പോൾ കഴിഞ്ഞ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ മോദി ഗ്യാരണ്ടി എന്നുള്ളത് വലിയ രീതിയിൽ ക്ലിക്ക് ചെയ്തു. ഇത്തവണ BJP ഇപ്പം പ്രകടന പത്രിക പുറത്തിറക്കി. എന്താണ് BJPയുടെ ഒരു യുണീക്ക് സ്പെഷ്യൽ അല്ലെങ്കിൽ USP? എന്നെനിക്ക് തോന്നുന്നു മറ്റ് രണ്ട് പാർട്ടികളും പ്രധാന പത്രിക പുറത്തിറക്കി, ഇന്നിറക്കി. പക്ഷേ ഇവർ തമ്മിലും BJPയും തമ്മിലുള്ള വ്യത്യാസം, പ്രധാന വ്യത്യാസം ഡെലിവറിയാണ്. ഇന്ന് BJPയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ന് കഴിഞ്ഞ 11 വർഷത്തിൽ ശ്രീ മോദിജി വന്നതിന് ശേഷം 11 വർഷവും ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന മേജർ ഇക്കോണമി ഇന്ത്യയായിരുന്നു. 11 വർഷം 2 ട്രില്യൺ ഇക്കോണമി 5 ട്രില്യൺ ഇക്കോണമിയായി, നല്ല ഗ്രോത്ത് ഉണ്ട്. അതോടൊപ്പം തന്നെ എംപവർമെൻറ്റ് സ്കീംസും ഏകദേശം 300-ലധികം വെൽഫെയർ സ്കീമും എംപവർ സ്കീമും, ഈ ആവാസ് യോജന അല്ലെങ്കിൽ ജൽജീവൻ മിഷൻ, സ്വച്ഛ് ഭാരത് മിഷൻ, ഇതെല്ലാം കോടിക്കണക്കിന് ഉപഭോക്താക്കളുള്ള സ്കീമുകളാണ്. ഇതെല്ലാം കൂടെ പ്രാവർത്തികമാക്കി രാജ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഇത് സംസ്ഥാനങ്ങൾ വരുമ്പോൾ അവിടെയും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇന്ന് കോൺഗ്രസ് ഭരിക്കുന്നത് 3 സംസ്ഥാനങ്ങളിലാണ്, ഹിമാചൽ പ്രദേശ്, അതുപോലെ തെലങ്കാന, കർണാടക. അതിൽ ഇവിടെയെല്ലാം കോൺഗ്രസ് പാർട്ടി മാനിഫെസ്റ്റോ ഇറക്കി. ഈ മാനിഫെസ്റ്റോയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഫ്രീ ആയിട്ട് ഇത് തരും, അത് തരും. പക്ഷേ ഹിമാചൽ പ്രദേശിൽ നിന്നും 2 വർഷം കഴിഞ്ഞപ്പോഴത്തേനും വന്ന് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം പോലും കൊടുക്കാനുള്ളൊരു അവസ്ഥയല്ല. കർണാടകത്തിലും തെലങ്കാനയിലും ഒക്കെ പറഞ്ഞ കാര്യങ്ങളൊന്നും നിർത്തിവെച്ചിരിക്കുകയാണ്. കാര്യം അതിനുള്ള സാമ്പത്തിക ശേഷിയില്ല. പക്ഷേ BJP ഓരോടത്ത് വരുമ്പോൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട്, ഫൈനാൻഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ വലിയ കടക്കണിയിലേക്ക് പോവുകയാണ്. എല്ലാ വർഷവും ഏകദേശം 3 തൊട്ട് 4 ലക്ഷം വരെ യുവാക്കൾ കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. കാര്യം ഇവിടെ തൊഴിലവസരങ്ങളില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയിൽ ഇന്ന് BJP NDA പ്രകടന പത്രികയിൽ വളരെ ക്ലിയർ ആയിട്ടൊരു റോഡ് മാപ്പ് ഉണ്ട് ഫ്യൂച്ചറിനെ കുറിച്ച്. ഇപ്പോൾ 6 മേജർ നഗരങ്ങൾ, അവിടെ തന്നെ അതാത് നഗരത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് ഇൻഡസ്ട്രിയൽ ഹബ്ബ് ഉണ്ടാക്കാനുള്ളൊരു പ്ലാൻ. ഇതൊക്കെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ നന്നായി പഠിച്ചിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ട്രിവാൻഡ്രത്തിന് IT അല്ലെങ്കിൽ ഇന്നവേഷൻ, അതിൻ്റെ ഒരു ഹബ്ബ് ഉണ്ടാക്കാനുള്ളൊരു പ്ലാൻ. ഇപ്പം എറണാകുളം പോലുള്ളൊരു സ്ഥലത്ത് ഷിപ്പിംഗ് ആൻഡ് ഷിപ്പ് യാർഡ്, ഇത് കേന്ദ്രീകരിച്ചുള്ളൊരു പ്ലാൻ. ഇപ്പം കോഴിക്കോടൊക്കെ ഒരു ഡിഫൻസ് ഹബിൻ്റെ ഒരു പ്ലാൻ. ഇങ്ങനെ 6 ഹബ്ബുകളിൽ ഇൻഡസ്ട്രിയൽ ഹബ്ബ് ഉണ്ടാക്കുക. ടൂറിസം പൊട്ടൻഷ്യലുണ്ട്, റിലീജിയസ് ടൂറിസത്തിന് പൊട്ടൻഷ്യലുണ്ട്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് പഠിച്ചിട്ട് ഇവിടെ ഒരു ഇൻഡസ്ട്രീസ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരിക, അതുപോലെ തന്നെ തൊഴിലവസരങ്ങൾ കൊണ്ടുവരിക. ഇതിനെല്ലാം ഒരു റോഡ് മാപ്പ് ഇന്ന് BJP ജനങ്ങളുടെ പ്ലാനുണ്ട്. ഇന്ന് BJP ജനങ്ങളുടെ മുന്നിൽ ഒരു റോഡ് മാപ്പ് വെച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യയിലും മറ്റ് 21 സംസ്ഥാനങ്ങൾ നമ്മൾ പ്രാവർത്തികമാക്കി ഇംപ്ലിമെൻ്റ് ചെയ്ത് കാണിച്ചിട്ടുമുണ്ട്. ബാക്കി 2 പേരും ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് വളരെ ക്ലിയറായിട്ട് ജനങ്ങളുടെ മുന്നിൽ അവർ പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുമുണ്ട്. അത് കാരണം ഈ 3 പാർട്ടികളിലും 3 മുന്നണികളിലും ഇന്ന് ജനങ്ങൾക്ക് അവസരങ്ങൾ വേണം, വികസനം വേണം, അവർക്ക് മുന്നോട്ട് പോകാൻ ഒരു റോഡ് മാപ്പ് വേണം. അത് BJP മാത്രമേ കൊടുക്കൂ. അതിൻ്റെ ഒരു ബേസാണ് മോദി ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ശ്രീ നരേന്ദ്രമോദിജി ആണ് അതിൻ്റെ ഒരു റോഡ് മാപ്പ്. ആദ്യം തന്നെ ഗുജറാത്ത് മോഡൽ അദ്ദേഹം 3 വട്ടം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഒരു വികസനവും അതുപോലെ അവസരങ്ങളും, ഇൻഡസ്ട്രിയൽ ബേസ് ഉണ്ടാക്കുന്നത്, എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി, എക്സ്പോർട്സ്, ഇതെല്ലാം വെച്ച ഒരു മോഡൽ അദ്ദേഹം ഗുജറാത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു. ആ മോഡലാണ് അദ്ദേഹം കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നത്. ഇന്ന് ആ മോഡൽ തന്നെയാണ് ഇന്ന് ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അദ്ദേഹം പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കേരളത്തിൽ ആ മോഡൽ ഇതുവരെ എത്തിയിട്ടില്ല. കാര്യം ഇവിടെ മാറി വന്ന ഈ 2 പേരും അവർ വേറൊരു ടാൻജൻറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നല്ലൊരു ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ ഇന്ന് BJPക്ക് വേണ്ടിയും സാധിക്കും. അപ്പോൾ BJP കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഇടയിലും ഒരു ഇൻട്രോഡ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവരുമായിട്ടുള്ള ഒരു ബന്ധം മെച്ചപ്പെടുത്തി വരുന്ന ഒരു ശ്രമം പല രീതിയിലുണ്ടായിട്ടുണ്ട്. പക്ഷേ FCRA ബിൽ ഇപ്പം ഉയർത്തിക്കൊണ്ട് വരേണ്ടതുണ്ടായിരുന്നു. അതിൻ്റെ ചർച്ച മാറ്റിവെച്ചെങ്കിലും ഓരോ ബില്ലും എലക്ഷൻ കണ്ടുകൊണ്ടല്ല BJP അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവരുന്നത്. ഇതിനൊക്കെ മറ്റൊരുപാട് വശങ്ങളുണ്ട്. ഇപ്പം FCRA ബില്ല് തന്നെ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേറ്റ് ചെയ്യാനുള്ളൊരു ബില്ലാണ്. ഇപ്പം ഇന്ത്യയിൽ 10,000 കണക്കിന് NGO ഉണ്ട്. അതിലിപ്പം ക്രൈസ്തവ NGOകൾ ഏകദേശം 10-12% ഉള്ളൂ. ബാക്കി 90% ക്രൈസ്തവരല്ലാത്തവർ നടക്കുന്ന NGO ആണ്. അതിൽ ഇപ്പം
ഫോറിൻ കോൺട്രിബ്യൂഷൻ ലഭിക്കുന്നതിൽ അതിൽ ഒരുവിധം ഒരു ബഹുഭൂരിപക്ഷവും അത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവരുമാണ്. പക്ഷേ പല സംസ്ഥാനങ്ങളിലും നടക്കുന്നത്, ഇപ്പം പ്രത്യേകിച്ച് ബോർഡർ സംസ്ഥാനങ്ങളിലൊക്കെ നടക്കുന്നതൊക്കെ ഇപ്പം ചിലതൊക്കെ ഇൻ്റർനാഷണലി റെപ്യൂട്ടഡ് ആയിട്ടുള്ളതും ഇൻ്റർനാഷണൽ പ്രസൻസ് ഉള്ള NGO ആണ്, പേര് ഞാൻ പറയുന്നില്ല. പക്ഷേ അങ്ങനത്തെ കുറേ പേരുണ്ട്. അവർ ഫോറിൻ ഫണ്ട് കൊണ്ടുവരുന്നു. ഓരോ NGO രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്തിനാണത് ഫണ്ട്, ഏത് മേഖലയിലാണത് വിനിയോഗിക്കേണ്ടത്, ഇതെല്ലാം അതിൻ്റെ ബൈലോസിൽ വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഫോളോ ചെയ്യാതെ മറ്റ് പല കാര്യത്തിനും ഉപയോഗിക്കുന്നു. അത് ചിലപ്പോൾ നാഷണൽ സെക്യൂരിറ്റി ക്രൈസിസ് ഉണ്ടാക്കാറുണ്ട്. തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടോ? ചില സംസ്ഥാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം, ഫൈനാൻഷ്യൽ ഇറഗുലാരിറ്റി, ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ആഭ്യന്തരമന്ത്രി ഇങ്ങനെയുള്ളൊരു ലോ ഉണ്ടാക്കിയത്. അല്ലാതെ ഇത് ഏതെങ്കിലും ഒരു മതത്തിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിനെതിരെയോ ഇതിനൊരു റിലീജിയസ് ആസ്പെക്റ്റ് പോലും ഇല്ല. അല്ലാതെ പക്ഷേ കോമൺ ആയിട്ട് ഉണ്ടാക്കാതെ അത്തരം ആൾക്കാരെ നേരിടാൻ വേണ്ടി പ്രത്യേകിച്ചൊരു ക്ലോസ് ഉണ്ടാക്കിയാൽ പോരായിരുന്നു എന്നാണ് ക്രൈസ്തവ സഭ അധ്യക്ഷന്മാർ ചോദിക്കുന്നത്. ഇപ്പം പല നിയമങ്ങളും ഉണ്ടാക്കിയപ്പോൾ നമ്മുടെ പ്രതിപക്ഷത്തുള്ളവർ അതിനെ മറ്റൊരു രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചു. രണ്ട് ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, ഫോർ എക്സാമ്പിൾ CAA, സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് കൊണ്ടുവന്നത് ഇന്ത്യൻ ഗവൺമെൻറ് കൊണ്ടുവന്നത് ഇന്ത്യക്ക് ചുറ്റുമുള്ള ചില രാജ്യങ്ങളിൽ നിന്ന് പെർസിക്യൂട്ടഡ് മൈനോറിറ്റീസിന് അഭയം കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെ മാത്രം കൊണ്ടുവന്നതാണ്. അതിന്ന് പ്രാവർത്തികമായിട്ട് 5 വർഷമായി. പക്ഷേ അത് കൊണ്ടുവന്ന സമയത്ത് പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് കോൺഗ്രസും UDF-ലെ പലരും, LDF-ഉം CPM ഇവരെല്ലാം ഇന്ത്യൻ പൗരന്മാർക്ക് സിറ്റിസൺഷിപ്പ് പോകുമെന്നുള്ളൊരു പ്രചാരണമാണ് കൊടുത്തത്. പക്ഷേ 5 വർഷമായിട്ട് ഒരു ഇന്ത്യൻ പൗരൻ്റെയും സിറ്റിസൺഷിപ്പ് പോയിട്ടുമില്ല. പക്ഷേ ഇത് കാരണം ആയിരക്കണക്കിന് പെർസിക്യൂട്ടഡ് ആയിട്ടുള്ള മൈനോറിറ്റീസിന് ഇന്ത്യക്ക് അഭയം കൊടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ മറ്റൊരു നിയമം, വഖഫ് അമെൻമെൻറ്റ് ബോർഡ്, അത് കൊണ്ടുവന്ന സമയത്ത് വലിയൊരു കുപ്രചരണം ഉണ്ടായിരുന്നു. ഇത് കാരണം ഒരു പ്രത്യേക സമുദായത്തിൻ്റെ ഉള്ളവരുടെ ലാൻഡെല്ലാം പോകും, അത് വലിയ പ്രചരണമായിരുന്നു. പക്ഷേ ഇത് ആക്റ്റായി 1 വർഷമായി, രാഷ്ട്രപതി ഒപ്പിട്ടു, 2 ഹൗസും പാസ് ചെയ്തു. പക്ഷേ ഇതുവരെ ഒരാളുടെയും ഒരു സ്വത്തും പോയിട്ടില്ല. പക്ഷേ ട്രാൻസ്പെറൻസി, ചില പ്രോസസ്സിൽ ട്രാൻസ്പെറൻസി ഉണ്ടായി. അതുപോലെ FCR ആക്ട് കൊണ്ടുവന്നത് ഇപ്പം ബിസിനസ് ചെയ്യുന്നവരായാലും ഇൻഡിവിജ്വൽസ് ആയാലും എല്ലാം ഫോറിൻ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പം ചില മാനദണ്ഡങ്ങളുണ്ട്. ഇപ്പോൾ കള്ളപ്പണം കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനായിട്ട് അറ്റാച്ച് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതുപോലെ NGO-കളും ട്രാൻസ്പെറൻ്റ് ആയിട്ട് പ്രവർത്തിക്കുക, അതിനുള്ള ഒരു യാർഡ് സ്റ്റിക്ക് കൊണ്ടുവരികയാണ്. അതിന് റിലീജിയസ് ആംഗിളേ ഇല്ല. ഇതിന് ലോ ആൻഡ് ഓർഡർ, നാഷണൽ സെക്യൂരിറ്റി, ഫൈനാൻഷ്യൽ ഇറഗുലാരിറ്റി, ഈ ആസ്പെക്റ്റുകളാണുള്ളത്. അത് കണ്ടുകൊണ്ടാണ് ഇപ്പം പാർലമെൻറ്റ് സെഷൻ 2-ാം തീയതി കഴിയും, അത് കാരണം കൊണ്ടുവന്നു. പക്ഷേ ചിലവർ അതിനെ ദുർവ്യാഖ്യാനിച്ച് അതിനെ വേറൊരു ടാൻജൻറ്റിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. പക്ഷേ തീർച്ചയായിട്ടും ആരുടെയും, പ്രത്യേകിച്ച് ഈ ആശങ്ക പറയുന്നവരെല്ലാം പ്രധാനപ്പെട്ട ആൾക്കാരാണ്. ഇവരൊക്കെ ആയിട്ട് ചർച്ച ചെയ്ത് ഈ ആശങ്കകൾ പരിഹരിക്കാനുള്ളൊരു മെക്കാനിസം ഇന്ന് സർക്കാർ ചെയ്യുന്നുണ്ട്. ഉപേക്ഷിക്കില്ല. അത് ഇപ്പോൾ കിരൺ റിജിജു പറഞ്ഞത് അത് ഉചിതമായ സമയത്ത് കൊണ്ടുവരുമെന്ന് തന്നെ. ഇത് കൊണ്ടുവന്നത് പറഞ്ഞല്ലോ, ഇത് ഏതെങ്കിലും ഒരു സമുദായത്തിനോ അല്ലെങ്കിൽ റിലീജിയസ് ആസ്പെക്റ്റോ ഒന്നുമില്ല ഇതിന്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട സെക്യൂരിറ്റി ആസ്പെക്റ്റും ഫൈനാൻഷ്യൽ ഇറഗുലാരിറ്റി ആസ്പെക്റ്റും ലോ ആൻഡ് ഓർഡർ ആസ്പെക്റ്റും ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ബിൽ തീർച്ചയായിട്ടും എല്ലാവരുടെയും ആശങ്കകളൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ട് ഉചിതമായ സമയത്ത് കൊണ്ടുവരും. കാര്യം ഇത് കൊണ്ടുവരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾക്കാണ്. അപ്പോൾ BJP-യെക്കുറിച്ച് ന്യൂനപക്ഷ സമുദായങ്ങൾക്കുള്ള ആശങ്ക എത്രത്തോളം മാറിയിട്ടുണ്ട്, പ്രത്യേകിച്ചും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ക്രൈസ്തവ സഭാംഗങ്ങൾക്കിടയിൽ? ഇടയ്ക്കൊക്കെ ഈ ഉത്തരേന്ത്യയിലും മറ്റും ആക്രമണങ്ങളും മറ്റും ഉണ്ടാകുമ്പോൾ വലിയ എതിർപ്പ് വരാറുണ്ട്. അത് മാറ്റിയെടുക്കാൻ BJP എന്താ ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ 1-2 ഉദാഹരണങ്ങൾ തന്നെ. ഇപ്പം CAA, വഖഫ് അമെൻമെൻറ്റ് ആക്ട്, ഇതൊക്കെ കൊണ്ടുവന്നപ്പം പ്രതിപക്ഷത്തുള്ളവർ പറഞ്ഞ എന്താണ്, ഇത് മുസ്ലിം സമുദായത്തിനെതിരാണ്. പക്ഷേ ഇത് കാരണം ഇന്ത്യയിലുള്ള ഒരു മുസ്ലിം സഹോദരനും ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ചിലവരെ സഹായിക്കാൻ സാധിച്ചു, ചില പ്രോസസ്സുകൾ ട്രാൻസ്പെറൻ്റ് ആക്കാൻ സാധിച്ചു. അതുപോലെ ശ്രീ മോദിജിയുടെ സമയത്താണ് ട്രിപ്പിൾ തലാഖ് അബോളിഷ് ചെയ്തത്. അത് മുസ്ലിം രാജ്യങ്ങളിൽ പോലും 75 വർഷം മുമ്പ് അബോളിഷ് ചെയ്ത കാര്യമാണ്. പാകിസ്ഥാനിലും ഇറാനിലും പോലും ഇല്ലാത്തൊരു നിയമം ഇന്നും 5 വർഷം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അബോളിഷ് ചെയ്തതോടെ കോടിക്കണക്കിന് മുസ്ലിം സഹോദരികൾക്ക് അവർ കൂടുതൽ എംപവേർഡായി. അപ്പം അതുപോലെ സ്കോളർഷിപ്പൊക്കെ കൊടുക്കുമ്പോഴത്തേനും ഭൂരിപക്ഷത്തുള്ളവരെ കൂടുതൽ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണെന്ന് മൈനോറിറ്റി
വിഭാഗത്തുള്ളവർക്ക് സ്കോളർഷിപ്പുകളൊക്കെ കൊടുക്കുന്നു. അപ്പം ഒരുപാട് കാര്യങ്ങൾ മോദിജിയുടെ ഡെവലപ്മെൻറ്റ് മന്ത്രം എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷവും ഭൂരിപക്ഷമൊന്നുമില്ല. ഇന്ത്യയിൽ 140 കോടി ജനങ്ങളുണ്ട്. ആ 140 കോടി ജനങ്ങളെയും ഒരുമിച്ചൊരു വികസിത ഭാരതം എന്നൊരു സ്വപ്നത്തിലേക്ക് കൊണ്ടുപോവുക. അതിന് എംപവർമെൻറ്റ് കൊടുക്കേണ്ടവർക്ക് എംപവർമെൻറ്റ് കൊടുക്കുക. ഇപ്പം ഇൻഫ്രാസ്ട്രക്ചറൽ കപ്പാസിറ്റി ഉണ്ടാക്കുക. എല്ലാ രീതിയിലും ജനങ്ങളെ എംപവർ ചെയ്യുക. അതിനിപ്പം മതമോ അല്ലെങ്കിൽ ഭൂരിപക്ഷവും ന്യൂനപക്ഷമോ ഒന്നും അദ്ദേഹം നോക്കാറില്ല. ഇപ്പം താങ്കളടക്കം വന്നിട്ടുള്ളത് കേരളത്തിലെ പ്രചരണത്തിന് വേണ്ടിയാണ്. ഇപ്പം കഴിഞ്ഞ ആഴ്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയും പിന്നെ അതുപോലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയും ഒരു റൗണ്ട് പ്രചരണം നടത്തിയിട്ട് പോയി. അന്നേരം രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഇവരുമായിട്ടുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണെന്നും ആരോപിക്കുകയും ചെയ്തു. എന്ത് പറയുന്നു? പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എല്ലാം നിരവധി പ്രാവശ്യം കേരളത്തിൽ വന്നിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും ഈ ശബരിമലയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ SIT കോർട്ട് മോണിറ്റേഡ് SIT അവർ ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ചിലവരെയൊക്കെ അറസ്റ്റ് ചെയ്തു. അതിൽ അറസ്റ്റ് ചെയ്ത ഭൂരിഭാഗം പേരും CPM അംഗങ്ങളാണ്. ഒരുപാട് ഫോട്ടോ വരുന്നു. അവരെല്ലാം കോൺഗ്രസ് പാർട്ടിയിലെ പ്രമുഖ നേതാക്കളുടെ കൂടെ നിൽക്കുന്ന ഒക്കെയാണ് വരുന്നത്. ഇവരെല്ലാം ഒരുമിച്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു മുന്നണിയുടെ ഭാഗമാണ്. ഈ ശബരിമല ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇവരെല്ലാം എന്ന ഒരു നെക്സസിൻ്റെ ഭാഗമാണ്. കോൺഗ്രസ് CPM ഇവരെല്ലാം ഒരു മുന്നണിയുടെ ഭാഗമാണ്. ഈ ഇങ്ങനത്തെ ചില കാര്യത്തിലെല്ലാം ഇവരെല്ലാം ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. അപ്പം ഇവിടെ ഇപ്പം ശബരിമല വിശ്വാസികളുടെ ആയാലും ഇപ്പം ഇതുപോലെയുള്ള ഇപ്പം പല അമ്പലങ്ങളുമെല്ലാം ഇവിടെ ദേവസ്വം ബോർഡ് അത്ര ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള രീതിയിലല്ല ചെയ്യുന്നത്. ഇപ്പം BJPയുടെ പ്രകടന പത്രികയിൽ അതും പറയുന്നുണ്ട്. ഇപ്പോൾ ശബരിമലയായാലും ഗുരുവായൂരായാലും മറ്റ് പ്രധാനപ്പെട്ട ഹൈന്ദവ റിലീജിയസ് സൈറ്റ്സുകളെല്ലാം അത് അവിടുത്തെ മെക്കാനിസം ട്രാൻസ്പെറൻ്റ് ആക്കാനുള്ള നിയമ ഭേദഗതി ചെയ്യുമെന്നും നമ്മുടെ പ്രകടന പത്രികയിൽ വളരെ വിശദമായി പറയുന്നുണ്ട്. അതായത് വിശ്വാസത്തെയും വിശ്വാസികളെയും അവരുടെ രീതികളെയും സംരക്ഷിക്കും. അത് ചൂഷണം ചെയ്യാൻ ആരും സമ്മതിക്കില്ല. പ്രധാനമന്ത്രിക്കെതിരെ ഉന്നയിച്ച ഈ ആരോപണത്തെക്കുറിച്ച് എന്ത് പറയുന്നു രാഹുൽ ഗാന്ധി? അദ്ദേഹം പറഞ്ഞത് തെറ്റാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം പ്രധാനമന്ത്രി ഇവിടെ വന്ന ഓരോ പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി ഇവിടെ വന്ന ഓരോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ശബരിമല കൊള്ളയടിച്ചവരെ തീർച്ചയായിട്ടും അവരെ ശിക്ഷിക്കുക തന്നെ ചെയ്യുന്നു തന്നെയാണ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇവിടെ വന്നപ്പോൾ പറഞ്ഞത്. എന്നിട്ടും രാഹുൽ ഗാന്ധി എന്തിനത് പറഞ്ഞു എന്നുള്ള കാര്യം എനിക്കറിയില്ല. രാഹുൽ ഗാന്ധി മറ്റൊരു കാര്യം പറയുന്നത് India-US വ്യാപാര കരാറിലൂടെ ഇന്ത്യയെ അമേരിക്കയ്ക്ക് തീറെഴുതുകയാണ് മോദി ചെയ്തതെന്നാണ്. ഈ കഴിഞ്ഞ 10-12 വർഷമായിട്ട് ശ്രീ മോദിജി വന്നതിന് ശേഷം ഇപ്പം ഏത് പ്രധാനപ്പെട്ട ആഗോള ക്രൈസിസ് വന്നപ്പോഴും ഇന്ത്യ ഒരു ഇൻഡിപെൻഡൻറ്റ് സ്റ്റെബിലിറ്റി പ്രൊവൈഡറാണെന്ന് പ്രൂവ് ചെയ്ത സമയമാണ്. ഇപ്പം കോവിഡിൻ്റെ സമയത്ത് തന്നെ ഇപ്പം സ്വന്തം വാക്സിൻ ഉണ്ടാക്കി ഏകദേശം 100-ലധികം രാജ്യങ്ങൾക്ക് വാക്സിൻ കൊടുത്തു. 150-ലധികം ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്റ്റുകൾക്ക് 150-ലധികം രാജ്യങ്ങൾക്ക് ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്റ്റ് കൊടുത്തു. അപ്പോൾ ഒരുപാട് വിദേശ രാജ്യങ്ങൾ ഇവിടെ അവരുടെ സ്വന്തം വാക്സിൻ വിൽക്കാൻ വേണ്ടി നമ്മുടെ വാക്സിനെ കർവ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്നും മോദിജി വളരെ ശക്തമായ സ്റ്റാൻഡാണ് എടുത്തത്. അതായത് നമുക്ക് വാക്സിൻ ഉണ്ടാക്കാനും അറിയാം, ഇത് ലോകത്തിന് മുഴുവൻ കൊടുക്കാനും അറിയാം. അതുപോലെ തന്നെ ഇപ്പം റഷ്യ-യുക്രൈൻ യുദ്ധം തുടങ്ങിയപ്പോഴും പ്രത്യേകിച്ച് ഈ പറഞ്ഞ അമേരിക്കയും പല രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് പ്രഷർ ഉണ്ടായിരുന്നു ഒരു സ്റ്റാൻസ് എടുക്കാൻ. പക്ഷേ ഇന്ത്യ അന്നും വളരെ ഇൻഡിപെൻഡൻറ്റും ഇന്ത്യയുടെ ഇൻട്രസ്റ്റിന് പറ്റിയ ഒരു സ്റ്റാൻസാണ് എടുത്തത്. അത് ശരിയാണെന്ന് പിന്നെ കാലം തെളിയിച്ചു. ഇന്നിപ്പം ഗൾഫിലും വലിയ പ്രതിസന്ധിയാണ് നടക്കുന്നത്. ലോകത്തിനെ മുഴുവൻ അത് ആശങ്കയിലുമാക്കുന്നുണ്ട്. അതുപോലെ ലോകത്തിനെ മുഴുവൻ അത് എഫക്റ്റും ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലും മോദിജി അതുപോലെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഇന്ത്യൻ പൗരന്മാർക്കും ഇന്ത്യക്കും ഏറ്റവും നല്ല സ്റ്റാൻഡേർഡ് എന്താണോ അത് തന്നെയാണ് ഇന്ന് എടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇത് ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ കൂടെ അല്ല. ഇന്ത്യയുടെ കൂടെയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യൻ ഇൻട്രസ്റ്റിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ല, അതുമാത്രമല്ല, ഈ രാജ്യങ്ങൾക്കിടയിൽ ഇപ്പം പരസ്പരം ഏറ്റുമുട്ടുന്ന രാജ്യങ്ങളുമായിട്ട് പോലും ഇൻഡിപെൻഡൻ്റായിട്ട് ആശയവിനിമയം നടത്താൻ കഴിയുന്നത് ഇന്ത്യയുടെ ഒരു വിജയമല്ലേ? അതെ, ഇപ്പം ഈ കോൺഫ്ലിക്റ്റുള്ള എല്ലായിടത്തും രണ്ട് സൈഡിലുള്ളവരുമായിട്ടും ഇന്ന് ഇന്ത്യൻ ഗവൺമെൻറ്റിനും ഇന്ത്യക്കും ശ്രീ മോദിജിക്കും നല്ല ഒരു ബന്ധമുള്ളത് കാരണമാണ് ഇങ്ങനെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു അപ്രോച്ച് എടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അത് കാരണം തന്നെയാണ് ഇപ്പം ഈ GCC രാജ്യങ്ങളിലെല്ലാം ഇവിടെ എല്ലാം ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുണ്ട്. പക്ഷെ അവരെല്ലാം സംരക്ഷിക്കാനും
അതുപോലെ ബ്രോഡറായിട്ടുള്ള അതേസമയം തന്നെ ഇന്ന് ഗൾഫ് ഓഫ് ഹോർമൂസ് അവിടെ എല്ലാം ഇറാനിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്ഥലം, അതിലെ ഇന്ത്യൻ ഷിപ്പിംഗ് വെസൽസിനൊന്നും ഒരു പ്രശ്നവുമില്ലാതെ ഇന്ന് അതിലെ വരാൻ സാധിക്കുന്നു. അപ്പം അവിടെ ആ കോൺഫ്ലിക്റ്റിലുള്ള രണ്ട് വശങ്ങളും ഇന്ന് ഇന്ത്യയായിട്ട് നല്ല രീതിയിൽ സഹകരിച്ച് മുന്നോട്ട് പോകാൻ ഇന്നത്തെ സാഹചര്യത്തിൽ പോലും പറ്റുന്നത് അത് മോദിജിയുടെ ഡിപ്ലോമസിയുടെ വിജയം തന്നെയാണ്. എന്നിട്ടും രാഹുൽ ഗാന്ധി എന്തിനാണത് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധി എന്നുള്ള നേതാവിനോടൊപ്പം പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ള ആളാണ് താങ്കൾ ഇതിനു മുമ്പത്തെ ഒരു കാലയളവിൽ. എത്രമാത്രം ഒരു ലീഡർ, ഇപ്പോൾ അദ്ദേഹം ലീഡർ ഓഫ് ഓപ്പോസിഷൻ കൂടിയാണ്, ഒരു ലീഡർ എന്നുള്ള നിലയിൽ എന്ത് ഇമ്പ്രൂവ്മെൻ്റ് ആണ് അദ്ദേഹത്തിൽ താങ്കൾ കാണുന്നത്? അങ്ങനെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് താങ്കൾ കാണുന്നുണ്ടോ? അപ്പം രാഹുൽ ഗാന്ധിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് 3 തെരഞ്ഞെടുപ്പാണ് കോൺഗ്രസ് പാർട്ടി നേരിട്ടത്. ആ 3 തെരഞ്ഞെടുപ്പും വളരെ ദയനീയമായിട്ടാണ് പരാജയപ്പെട്ടത്. ഇപ്പം കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും കൂടെ കൂട്ടിയാൽ കിട്ടിയ സീറ്റ് ഭാരതീയ ജനതാ പാർട്ടിക്ക് 2024 മാത്രം കിട്ടിയ സീറ്റിനേക്കാൾ ഏകദേശം 50 സീറ്റ് കുറവാണ്. അത് ജനങ്ങൾ ഇദ്ദേഹം പറയുന്നത് തിരസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഇദ്ദേഹം ഇന്നും അതേ വഴി കൂടെ തന്നെ സഞ്ചരിക്കുകയാണ്. ഇന്ന് ഇന്ത്യൻ ജനതയ്ക്ക് ശ്രീ നരേന്ദ്രമോദിജിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് സ്റ്റൈൽ, അതുപോലെ അദ്ദേഹത്തിൻ്റെ ഡെവലപ്മെൻറ്റ് മന്ത്രയിലെല്ലാം പൂർണ്ണ വിശ്വാസമുണ്ട്. അതിനൊരു ഓൾട്ടർനേറ്റീവ് ആകാൻ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഇദ്ദേഹത്തിന് മാത്രമല്ല ഇന്ന് ഒപ്പോസിഷനിലുള്ള ഒരു പ്രതിപക്ഷത്തുള്ള ഒരു പാർട്ടിക്കോ നേതാവിനോ സാധിച്ചിട്ടില്ല. ഇന്നത്തെ അവസരത്തിൽ അങ്ങനെ ഒരു സാധ്യത പോലും ഇല്ല. നരേന്ദ്രമോദിക്ക് ബദലായിട്ടുള്ള ഒരു നേതാവ് ഒരു പാർട്ടിയിലും ഇല്ല. ആ അവസ്ഥയാണുള്ളത്. പക്ഷേ അത് കഴിഞ്ഞ ഒരു 2014 തൊട്ട് അതാണ് റിയാലിറ്റി. ഈ സാധാരണ തുടർ പരാജയങ്ങൾ നേരിടുമ്പോൾ ലീഡറെ മാറ്റി പരീക്ഷിക്കാൻ തോന്നാറില്ലേ ആ പാർട്ടികൾക്ക്? ഈ കാര്യത്തിൽ എന്ത് പറയുന്നു? അത് കോൺഗ്രസ് പാർട്ടി ഇൻട്രോസ്പെക്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പം അത് കോൺഗ്രസ്സുകാരുടെ ആഭ്യന്തര പ്രശ്നമാണ്. പക്ഷേ രാഹുൽ ഗാന്ധി ഈ പാർട്ടി അവരുടെ അടുത്ത് കൊണ്ടുപോകുന്ന ആർക്കും ഒരു പ്രതീക്ഷയുമില്ല. കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലും ഇപ്പം UDF നയിക്കുന്ന കോൺഗ്രസിൻ്റെ ആരായിരിക്കും ഇപ്പോൾ ഒരുപക്ഷെ അവർക്ക് വിജയം ലഭിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകുമെന്നുള്ള ചർച്ചയാണ് നടക്കുന്നത്. കേരളത്തിലെ ഒരു കോൺഗ്രസിനെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? പല സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇതേ ചർച്ച തന്നെയായിരുന്നു. പക്ഷേ അവിടെ എല്ലാം വളരെ ദയനീയമായിട്ട് നോക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും എല്ലാം മുഖ്യമന്ത്രിമാരുടെ കാര്യവും ഉപമുഖ്യമന്ത്രിമാരുടെ കാര്യവും എല്ലാം ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ NDAയും BJPയും നല്ല രീതിയിൽ വിജയിക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടത്. ഇപ്പോൾ കേരളത്തിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഇതേ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ വിലയിരുത്തൽ കോൺഗ്രസ് പാർട്ടിയും UDFും ഇവിടെ അവർക്ക് മെജോറിറ്റി കിട്ടില്ല. LDFനും കിട്ടില്ല, UDFനും കിട്ടില്ല. അത് കാരണം ഈ മുഖ്യമന്ത്രിമാരുടെ ചർച്ചയെല്ലാം വെറുതെ ഇവരുടെ ചർച്ച മാത്രമാണ്. NDA അതിലൊരു ഇതുണ്ടാകുമെന്നാണ് NDAക്ക് ഇപ്രാവശ്യം ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റ് കേരളത്തിൽ ഇതുവരെ കിട്ടിയതിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടും. ഇതുവരെ ഒറ്റ സീറ്റ് 2016 കിട്ടിയിട്ടുള്ളൂ. അതുപോലെയല്ല, ഇപ്രാവശ്യം ഡബിൾ ഡിജിറ്റ് സീറ്റാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. 140 മണ്ഡലങ്ങളിൽ നമ്മൾ നന്നായിട്ട് കണ്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. BJP സ്ഥാനാർത്ഥികൾ ഏകദേശം 100ഓളം ഉണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഏകദേശം എല്ലാ ജില്ലയിലും വിജയസാധ്യതയുള്ള ജില്ലകളുണ്ട്. ഏകദേശം എല്ലാ ജില്ലകളിലും, ചില ജില്ലകളിലൊക്കെ ഒരുവിധം എല്ലാ സീറ്റിലും നമ്മൾ കണ്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഒരുപാട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. NDAക്ക് ലഭിക്കുന്ന സീറ്റുകൾ ഒരുപക്ഷെ കേരളത്തിലെ ഒരു നിർണായകമായ ഒരു ഇതിലേക്ക് മാറുമോ? കാരണം ഒരു ഹങ് അസംബ്ലി വരുമോ? അങ്ങനെ കരുതുന്നുണ്ടോ? തെരഞ്ഞെടുപ്പ് റിസൾട്ട് കഴിയുമ്പോൾ എന്തും സംഭവിക്കാം. പക്ഷേ ഇത് സാധാരണ കാണുന്ന പോലെ UDFും LDFും തമ്മിലുള്ളൊരു പോരാട്ടമല്ല ഇത്. BJP നിർണായകമായൊരു മൂന്നാം ശക്തി എന്ന് പോലും ഞാൻ പറയില്ല, നിർണായകമായൊരു ശക്തിയാണ്. ഇൻ ഫ്യൂച്ചറിൽ ഒന്നാം പാർട്ടി ആകാൻ പോകുന്ന പാർട്ടി തന്നെയാണത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2010 മുമ്പ് വെറും 5% വോട്ടുണ്ടായിരുന്ന പാർട്ടി മുന്നണിയും ഇന്ന് ഏകദേശം 20% വോട്ട് ഷെയറായി. ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്തോറും ഇൻഡിവിജ്വലി CPMും കോൺഗ്രസിൻ്റെയും ഏകദേശം അതേ സ്ട്രെങ്ത് തന്നെ BJPക്ക് കാണും. ഇപ്പോൾ ഒരു ഗ്രോത്ത് റേറ്റ് നോക്കുകയാണെങ്കിൽ BJP, കോൺഗ്രസ്, CPM ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ബാക്കി 2 പാർട്ടിയും താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. BJPക്ക് മാത്രമേ ഇന്ന് അപ്വേർഡ് ട്രജക്ടറി ഉള്ളൂ. പല സംസ്ഥാനങ്ങളിൽ കണ്ട പോലെ ഇപ്പോൾ 2014 മുമ്പ് ആസാമിൽ ഒരു 1-2 MLA മാരുണ്ടായിരുന്നു. അത് 10% താഴെയായിരുന്നു വോട്ട് ഷെയർ.
അന്ന് കേരളത്തിനേക്കാൾ താഴെയായിരുന്നു വോട്ട് ഷെയർ. പക്ഷേ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പും നല്ല നല്ല രീതിയിൽ വിജയിച്ചു. 2016 2 തെരഞ്ഞെടുപ്പിന് മുമ്പ് അലയൻസ് ഗവൺമെൻറ് ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഫുൾ മെജോറിറ്റിയോടെ വന്നു. ഇപ്പോൾ 3-ാം പ്രാവശ്യം തുടർ 2/3 മെജോറിറ്റി അല്ലെങ്കിൽ 3/4 മെജോറിറ്റിയോടെ ജയിക്കാൻ പോവുകയാണ്. ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് ഒരു ആൻറ്റി ഇൻകംബൻസി ഉണ്ട് എന്ന് പറയുന്നു. ഇല്ല, 3-ാം പ്രാവശ്യവും മിനിമം 2/3 മെജോറിറ്റിയോടെ വിജയിക്കാൻ പോവുകയാണ് അവിടെ. അതുപോലെ വെസ്റ്റ് ബംഗാളിൽ 2011 നടന്ന തെരഞ്ഞെടുപ്പിൽ വെറും 3 സീറ്റായിരുന്നു. അതിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം 77ആയി. പ്രാവശ്യം വിജയസാധ്യതയുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഈ പാർട്ടിയുടെ ട്രജക്ടറി മുകളിലേക്കാണ്. അതിന് കാരണം എല്ലായിടത്തും പ്രവർത്തകരുണ്ട്, വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നു, അവർക്കൊരു ഐഡിയോളജി ഉണ്ട്, അവർക്ക് ഇന്ന് നല്ല നേതൃത്വമുണ്ട്, ഒരു ലോങ് ടേം വിഷനുമുണ്ട്. കാരണം ഈ പാർട്ടി എല്ലായിടത്തും വളരുകയാണ്. കേരളത്തിലും വളർച്ചയുള്ള പ്രധാനപ്പെട്ട പാർട്ടി BJP മാത്രമേ ഉള്ളൂ. ബംഗാളിൽ ഇത്തവണ മമത തൂത്തെറിയപ്പെടും എന്നാണോ? പ്രാവശ്യം നടക്കാൻ പോകുന്ന BJPക്ക് അവിടെ നല്ല വിജയസാധ്യതയുണ്ട്. അവിടെ വിജയിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. കേരളത്തിലേക്ക് വന്നാൽ നമ്മൾ പറഞ്ഞ കോൺഗ്രസിലെ ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ, ഇപ്പോൾ താങ്കൾ പഴയ ഒരു കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ കൂടിയായിരുന്നു. താങ്കൾക്കൊരു ചോയ്സ് ഉണ്ട്. അവരിപ്പം ജയിച്ചു കഴിഞ്ഞാൽ അവരിൽ രമേശ് ചെന്നിത്തല, VD സതീശൻ, KC വേണുഗോപാൽ, ശശി തരൂർ മത്സരിക്കുന്നില്ല, അങ്ങനെയുള്ള ഒരു K മുരളീധരൻ, ഇതിലൊരു ചോയ്സ് ഉണ്ടോ? കേരളത്തിൽ ഇന്ന് LDFO UDFO വരുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് നല്ലതല്ല. ഇതിൽ ആര് വന്നാലും ഇന്ന് അവർ പ്രതിനിധീകരിക്കുന്നത് രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസിനെ തന്നെയാണ്. അവർക്കിന്ന് കേരളത്തിൽ വികസനം കൊണ്ടുവരാനോ ജനങ്ങൾക്ക് അവസരങ്ങൾ കൊടുക്കാനോ, അല്ലെങ്കിൽ ഇന്ന് ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന BJP NDA ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കുന്ന സമയത്ത് ഇവിടെ ഒരു വികസിത കേരളം ഉണ്ടാകണമെന്നുള്ള BJPയുടെ ഒരു സ്വപ്നവും ലക്ഷ്യവും അതിനെ മാച്ച് ചെയ്യാൻ സാധിക്കില്ല. അത് കാരണം ജനങ്ങൾക്ക് നല്ലത്, ഈ സംസ്ഥാനത്തിന് നല്ലത്, കേരളത്തിന് നല്ലത് ഇന്ന് ഒരു UDFO LDFO മുഖ്യമന്ത്രിയല്ല, BJPയുടെ മുഖ്യമന്ത്രി തന്നെയാണ്. ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ് കേരളത്തിന് പുറത്ത് ഇവർ ഒരുമിച്ച് നിൽക്കുന്നുണ്ട്, കോൺഗ്രസും CPM അല്ല, മറിച്ച് കേരളത്തിൽ മാത്രം ഇവർ തമ്മിൽ മത്സരിക്കുന്നു. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ഇത് ഒരു പ്രഹസനമാണല്ലോ. കാര്യം ഇന്ത്യയിൽ എല്ലായിടത്തും ഇവർ ഒരുമിച്ചാണ്. ദേശീയ തലത്തിൽ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പും ഒരുമിച്ചാണ് ഇവർ മത്സരിച്ചത് BJPക്കെതിരെ. പക്ഷേ ജനങ്ങൾ ശ്രീ നരേന്ദ്രമോദിജിയെയും NDAയും 3 പ്രാവശ്യം വിജയിപ്പിച്ചു. പക്ഷേ ദേശീയ തലത്തിൽ ഇവർ രണ്ടുപേരും വർഷങ്ങളായിട്ട് ഒഫീഷ്യലി അലയൻസിലാണ്. ഇപ്പോൾ UPA 2-ൽ രണ്ടുപേരും ഒരു സർക്കാരിൻ്റെ ഭാഗമായിരുന്നു, UPA 1-ൽ. അതുപോലെ കഴിഞ്ഞ ഒരു വർഷം നടന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ തന്നെ ഇപ്പം ബീഹാർ, ഡൽഹി, ഇപ്പം തന്നെ തമിഴ്നാട്, പുതുച്ചേരി, ഇവിടെ എല്ലാം ഇവർ ഒഫീഷ്യലി അലയൻസിലാണ്. അതായത് ഒഫീഷ്യൽ അലയൻസിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുണ്ട്, CPM സ്ഥാനാർത്ഥികളുണ്ട്. എന്നിട്ട് കേരളത്തിൽ വരുമ്പം ഇവർ പറയുന്നു BJPയുമായിട്ട് ഡീലാണ്. ഇവരെല്ലായിടത്തും ഒരുമിച്ചാണ്. എന്നിട്ടിപ്പം കേരളത്തിൽ വരുമ്പോൾ ഇവർ രണ്ടുപേരും BJPയെ മാറ്റി നിർത്താൻ വേണ്ടി ഇവർ ഒരുമിച്ച് മത്സരിക്കുന്നവരാണ്. അപ്പം അത് കാരണം ഇതെല്ലാം രാഷ്ട്രീയം മാത്രമാണ്. BJPയുടെ രാഷ്ട്രീയം ഈ രണ്ടുപേരെയും മാറ്റി ഇവിടെ ഒന്നാം പാർട്ടിയായി, ഒന്നാം മുന്നണിയായി BJP മുഖ്യമന്ത്രി വരിക എന്നുള്ളതാണ്. ഇപ്പോൾ CPM ആരോപിക്കുന്നത് കേരളത്തിൽ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ലീഗിനായിരിക്കും വളരെ ഒരു മുൻതൂക്കം, അല്ലെ അവരുടെ നേതൃത്വത്തിലുള്ള വളരെ അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഭരണമായിരിക്കും എന്ന് പറയുന്നു. എന്ത് പറയും? UDFും കോൺഗ്രസും വരാനുള്ള സാധ്യത ഇല്ല. അത് കാരണം CPM പറയുന്ന ആരോപണത്തിനും വലിയ കാര്യമൊന്നുമില്ല. കാര്യം ഇവർ രണ്ടും വരാനൊന്നും പോകുന്നില്ല. പിന്നെ കോൺഗ്രസിൻ്റെ ഇന്നത്തെ ട്രജക്ടറി 2001-ൽ എനിക്ക് തോന്നുന്നു 60 സീറ്റിൽ മുകളിലുണ്ടായിരുന്ന പാർട്ടി പിന്നെ 35-36 അതുണ്ടായി, പിന്നെ 22 21 നേരെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. കോൺഗ്രസിന് നല്ല ലീഡേഴ്സ് ഇപ്പോൾ ഇല്ലാന്ന് തോന്നുന്നുണ്ട്. കാരണം ലീഡർ പോയി, AK ആണെങ്കിൽ AK ആന്റണി വിശ്രമത്തിലാണ്. ഇപ്പോഴത്തെ ഒരു തലമുറ ലീഡേഴ്സ്, ആ ഒരു വൈബ്രൻറ്റ് ലീഡേഴ്സിൻ്റെ അഭാവമുണ്ടോ? ദേശീയ തലത്തിൽ തന്നെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട വിഷയം. ഇപ്പം ശ്രീ രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് കുറേ നാളായിട്ട് ഇങ്ങനെ ഒരു ദിശയിലാണ്. ഇന്ന് അവർ ഒരു പൊളിറ്റിക്കൽ ഓൾട്ടർനേറ്റീവായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മൈൻഡ് സ്പേസ് അവർ ഇന്ന് പ്രത്യേകിച്ച് ഇന്നത്തെ യുവതലമുറയുടെ ഇടയിൽ ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഇന്ന് രാഹുൽ ഗാന്ധിക്ക് 50 വയസ്സ് 55 വയസ്സ് ഏതാണ്ടേ ഉള്ളൂ. ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തെക്കാൾ 20 വയസ്സിൽ കൂടുതൽ മുതലാണ്. എന്നാലും
ഇന്ന് യുവതലമുറയ്ക്ക് മോദിജിയോട് ഒരുപാട് ബഹുമാനമുണ്ട്. അത് കാര്യം മോദിജി അവർക്കൊരു വിഷൻ കൊടുക്കുന്നുണ്ട്, അവർക്കൊരു ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട്, അവർക്ക് പ്രതീക്ഷകളും അവസരങ്ങളും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഗവർണൻസ് മോഡലും അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതിന് ബദലായിട്ട് കോൺഗ്രസിനോ രാഹുൽ ഗാന്ധിക്കോ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഇല്ല. അതുപോലെ പല ഉത്തരേന്ത്യൻ സ്റ്റേറ്റുകളിലും കോൺഗ്രസ് ബൂത്ത് ലെവലിൽ പോലും സാന്നിധ്യം ഇല്ലാതാവുകയല്ലേ? ഉത്തരേന്ത്യയിൽ ഇപ്പം കേരളത്തിൽ തന്നെ ഒരുപാട് ജില്ലകളിലൊക്കെ അത് തന്നെയാണ് ഇപ്പം അവരുടെ അവസ്ഥ. ഇപ്പം താങ്കൾ വളരെ അടുത്ത് നിന്ന് നരേന്ദ്രമോദിജിയോടും അമിത്ഷായോടും ഒക്കെ ഒപ്പം പ്രവർത്തിക്കുന്ന ആളാണ്. ഇവരിൽ കാണുന്ന രണ്ടുപേരിൽ കാണുന്ന പ്രത്യേകത എന്താണ്? ഇവർ ഡെഡിക്കേറ്റഡ് ആണ്. BJPയുടെ ഫിലോസഫി, ഐഡിയോളജി എന്ന് പറഞ്ഞാൽ നേഷൻ ഫസ്റ്റ്, രാജ്യമാണ് ആദ്യം. അപ്പോൾ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെല്ലാം ഇവർ പ്രോത്സാഹിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് മോദിജിക്ക് വളരെ വ്യക്തമായൊരു ഡയറക്ഷനുണ്ട്. അതായത് 2047 ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള 100ാമത്തെ വർഷത്തിൽ ഇന്ത്യ ഒരു ഡെവലപ്ഡ് രാജ്യമാക്കുക, വികസിത രാജ്യമാക്കുക, അപ്പർ ഇൻകം കൺട്രി ആക്കുക, രാജ്യമാക്കുക. അതിനായിട്ടുള്ള ഒരു വളരെ ഫിക്സഡ് റോഡ് മാപ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അതുപോലെ ഇപ്പം ഇവിടുത്തെ സുരക്ഷാ വിഷയങ്ങളെക്കുറിച്ച്, ഇൻറ്റേർണൽ സെക്യൂരിറ്റി ഇഷ്യൂസിനെ കുറിച്ച്, ഇപ്പം ഒരു ഉദാഹരണം തന്നെ മാവോയിസം വലിയൊരു വിഷയമായിരുന്നു. 2006-ോ 2007-ോ അന്ന് പ്രധാനമന്ത്രിയായ ശ്രീ ഡോക്ടർ മൻമോഹൻ സിംഗ് ജി അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിഷയം, ആഭ്യന്തര വിഷയം ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസമാണത്. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ജി പറഞ്ഞ കാര്യമാണ്. പക്ഷേ 2014 ഇന്ന് ഏകദേശം 120-ലധികം ജില്ലകളിൽ ഈ മാവോയിസവും ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസവും ഒരു വിഷയമായിരുന്നു. പക്ഷേ ഇന്നത് ചുരുങ്ങി ഏകദേശം 8 ജില്ലകളിലായി. ശ്രീ അമിത്ഷാജി പറഞ്ഞേക്കുന്നത് അടുത്ത ക്വാർട്ടറിൽ 3 മാസത്തിനുള്ളിൽ ഈ മാവോയിസവും ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസവും ഇന്ത്യയിലില്ല. അപ്പം ഇതുപോലെ ഇന്ത്യക്ക് ഭീഷണി ഉണ്ടാക്കുന്ന ഓരോ വിഷയങ്ങൾ അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ അദ്ദേഹം ഡീആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവർ രണ്ടുപേരും കൂടെ ഇന്ത്യയെ സുരക്ഷിതമാക്കുന്നു, ഇന്ത്യക്ക് കൂടുതൽ വികസനം ഉണ്ടാക്കുന്നു, ജനങ്ങൾക്ക് അവസരം ഉണ്ടാക്കുന്നു. ഇന്ത്യ ഒരു ലോങ് ടേം ഒരു ഡെവലപ്ഡ് സെക്യൂർ ഇന്ത്യയാക്കി മാറ്റാൻ വേണ്ടി അവർ പ്രവർത്തിക്കുന്നു. ഹാർഡ് വർക്കിംഗ് ആണ് അല്ലേ? ഹാർഡ് വർക്കിങ്ങുമാണ്, പർപ്പസ്ഫുൾ മിഷനോടെ പ്രവർത്തിക്കുന്നവരാണ്. ഇപ്പം താങ്കൾ കഴിഞ്ഞ തവണ ലോക്സഭയിൽ മത്സരിച്ചിരുന്നു. ഇത്തവണ എന്ത് കേരളത്തിൽ മത്സരിക്കേണ്ടെന്ന് തീരുമാനിച്ചത്? ഇതൊക്കെ ഞാൻ തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലല്ലോ. പാർട്ടി എനിക്ക് ഉത്തരവാദിത്വം തന്നിട്ടുണ്ട്. ഇപ്പം അഖിലേന്ത്യാ തലത്തിൽ, ദേശീയ തലത്തിൽ ഒരുപാട് സംസ്ഥാനങ്ങളിൽ പല ഇപ്പോഴത്തെ ഒരു പ്രവർത്തന മേഖല എങ്ങനെയൊക്കെയാണ് ഒന്ന് പറയാം? പാർട്ടി ഓരോ ഉത്തരവാദിത്തങ്ങൾ തരുന്നു. ഇപ്പം ദേശീയ വക്താവും ദേശീയ സെക്രട്ടറിയുമാണ്. പിന്നെ നോർത്ത് ഈസ്റ്റിലെ 2 NDA സർക്കാരുള്ള 2 സംസ്ഥാനങ്ങളുടെ പാർട്ടി ഇൻചാർജാണ്. പല പാർട്ടി പ്രോഗ്രാമുകളിൽ പല സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതല്ലാതെ തന്നെ ഇപ്പം പല പോളിസി റിലേറ്റഡ് ഇനിഷ്യേറ്റീവ്സുമായിട്ട് പലയിടത്തും ഇപ്പം ആഗോളതലത്തിലും ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം പാർട്ടി നല്ല റെസ്പോൺസിബിലിറ്റി തരുന്നുണ്ട്, പാർട്ടി അവസരങ്ങളും തരുന്നുണ്ട്, പാർട്ടി ദൗത്യങ്ങളും തരുന്നുണ്ട്. അപ്പം പാർട്ടി തരുന്നതെന്താണോ നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ കേരളത്തിലെ ഒരുപാട് പേര് ഇപ്പോൾ പണ്ടൊന്നും ഇല്ലാത്ത രീതിയിൽ കോൺഗ്രസിൽ നിന്നും CPM നിന്നും ഒക്കെ BJPയിലേക്ക് ആൾക്കാർ വരുന്നുണ്ട്, സ്ഥാനാർത്ഥികളാവുന്നുണ്ട്. കോൺഗ്രസിൽ നിന്ന് പലരും ഇപ്പം പത്മജയൊക്കെ കഴിഞ്ഞ 2 വർഷമായിട്ട് BJPയിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ കൂടുതൽ പേരെ ആകർഷിക്കാനുള്ള എന്തെങ്കിലും പദ്ധതിയുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് പദ്ധതിയുടെ ഒന്നും ആവശ്യമില്ല. കാര്യം ഞാൻ പറഞ്ഞ പോലെ ഇന്ന് കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും ഇന്ന് ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകി അവർക്ക് വികസനം കൊണ്ടുവന്ന്, അവസരങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ കേരളത്തിനെ ഒരു വികസിത കേരളമാക്കി മാറ്റി അങ്ങനത്തെ ഒരു വിഷനോടെ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം പാർട്ടി BJPയും NDAയുമാണ്. കൂടുതൽ നാച്ചുറലി ഇപ്പം പ്രത്യേകിച്ച് യുവാക്കളായാലും അപ്പം ഒരുപാട് പേർ BJPയിൽ കൂടുതൽ ജോയിൻ ചെയ്യും. കാര്യം ഇപ്പം ഇന്ത്യയിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കാര്യം ഇന്ന് മറ്റ് പാർട്ടികൾക്കൊന്നും ഒരു ദിശയോ അല്ലെങ്കിൽ ലോങ് ടേം വിഷനോ ഒന്നും കാണുന്നില്ല, നേതൃത്വമില്ല. ഇതെല്ലാം നന്നായിട്ടുള്ളൊരു പാർട്ടിയാണ്. കാരണം കൂടുതൽ ആൾക്കാർ ഇവിടെ വരും. CPM എടുത്തു കഴിഞ്ഞാൽ അവർ അവകാശപ്പെടുന്നത് 10 വർഷത്തെ വികസന പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടർ ഭരണം ലഭിക്കുമെന്നാണ്. എന്ത് പറയുന്നത്? അതുപോലെ തന്നെ മറ്റു പാർട്ടികൾക്കില്ലാത്ത രീതിയിൽ അവർക്കൊരു സ്ട്രോങ് ലീഡറുണ്ട്, പിണറായി വിജയൻ, 2 തവണ മുഖ്യമന്ത്രിയായിരുന്ന ആൾ. ഈ കാര്യങ്ങളിൽ എന്ത് പറയുന്നു?
പക്ഷെ കഴിഞ്ഞ ഇലക്ഷൻ ട്രെൻഡുകളെല്ലാം അവർക്ക് അത്ര അനുകൂലമേ അല്ല. ഉപതെരഞ്ഞെടുപ്പുകൾ, ഉപതെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ ലോക്കൽ ബോഡി ഇലക്ഷൻ, ഇവിടെ എല്ലാം CPM-ൻ്റെ വോട്ട് ബേസ് എനിക്ക് തോന്നുന്നു ഇത്രയും താഴെ ഇതുവരെ അവർ ഇത്രയും കുറവ് വോട്ട് ഷെയർ ഈ അടുത്ത കാലത്തൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല. അതായത് ജനങ്ങൾ ഇന്ന് അവരിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അത് കാരണം തന്നെ ഇവർ പറയുന്നതിൽ കാര്യമില്ല. വികസന പ്രവർത്തനങ്ങളാണ് അവർ മുന്നിൽ വയ്ക്കുന്നത്. പറയുന്ന വികസനമൊന്നുമില്ല. ഇവിടെ വന്നിട്ടുള്ള വികസനങ്ങളെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെയും കൂടെ സപ്പോർട്ടോടെ നടത്തിയിട്ടുള്ള വികസനം മാത്രമേ ഉള്ളൂ. അതല്ലാതെ സംസ്ഥാന സർക്കാർ ഇനിഷ്യേറ്റീവ് എടുത്ത് നടത്തിയ വികസന പ്രോജക്റ്റുകൾ പറയാൻ ഒരെണ്ണം പോലും ഇല്ല. ഇപ്പം ഇവിടെ ഒരുപാട് മെട്രോ ആയാലും വന്ദേ ഭാരത് ആയാലും അതുപോലെ ഹൈസ്പീഡ് റെയിൽ കോറിഡോറുകളായാലും ഇതെല്ലാം വിഴിഞ്ഞം പോർട്ടായാലും ഇതെല്ലാം സെൻട്രൽ ഗവൺമെൻറ്റും കൂടെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കേരളത്തിൽ ഇനിയൊരു എയിംസ് പോലും കേന്ദ്രം തന്നിട്ടില്ല. ഈ 2014 ഇന്ത്യയിൽ എല്ലാം കൂടെ 7 എയിംസേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യത്തെ 67 വർഷത്തിൽ 7 എയിംസേ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ 11 വർഷം ഇപ്പം 2026 ആയതോടെ ഇപ്പം 25-ലധികം എയിംസ് ഓപ്പറേഷണൽ സാങ്ഷൻഡുമായി. ഇപ്പം 3 ഇരട്ടിയിൽ കൂടുതലായി. ഇനിയും സാങ്ഷൻ ചെയ്യാൻ പോവുകയാണ്. കേരളത്തിലും വരൂ? കേരളത്തിലും തീർച്ചയായിട്ടും വരും. പക്ഷേ അതിന് പ്രോസസ്സുണ്ട്. അപ്പം സംസ്ഥാനം പ്രോസസ്സ് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ അതിന് കേന്ദ്ര സർക്കാരിനൊന്നും ചെയ്യാൻ സാധിക്കില്ല. കേന്ദ്ര സർക്കാരിന് അവിടെ എയിംസ് തരണമെന്ന് വളരെ താല്പര്യമുണ്ട്. അത് മോദിജി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മുടെ പ്രകടന പത്രികയിലുമുണ്ട്. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ് അതിൻ്റെ പ്രോസസ്സ് ഫോളോ ചെയ്തില്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല. അത് എന്താണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് ഗവൺമെൻറ്റിനോട് ചോദിക്കേണ്ടതാണ്. ഇപ്പോൾ കേരളം കടക്കണിയിലേക്ക് പോകുന്നു എന്ന് നേരത്തെ സൂചിപ്പിച്ചു. പക്ഷേ കേരളത്തിന് അർഹതപ്പെട്ട സാമ്പത്തികമായിട്ടുള്ള സഹായം നൽകുന്നതിലും അടക്കം വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കുന്നത്, അങ്ങനെ ഒരു സാമ്പത്തികമായിട്ട് വരിഞ്ഞു മുറുക്കുന്നു എന്നൊരു ആരോപണം LDF ഉന്നയിക്കുന്നുണ്ട്. ഇന്ന് പ്രതിപക്ഷത്തുള്ള പല പാർട്ടികളും അവർ അത്രയ്ക്ക് ഒരു ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇല്ലാതെയാണ് അവർ ആ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നത്. ഇപ്പം ഞാൻ ഹിമാചൽ പ്രദേശിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പം കോൺഗ്രസ് വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പം എന്നിട്ടിന്ന് അവരുടെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായി. ഇപ്പോൾ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി, കർണാടകത്തിൽ കോൺഗ്രസ് പാർട്ടി, തെലങ്കാനയിൽ കോൺഗ്രസ് പാർട്ടി എല്ലാം വളരെ ഫൈനാൻഷ്യലി റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള പൊട്ടൻഷ്യലുള്ള ഇൻഡസ്ട്രിയൽ ബേസ് പോലെയുള്ള സംസ്ഥാനങ്ങളാണ്. പക്ഷേ ഇവിടെയൊന്നും ഗ്രോത്ത് ഇല്ല. ഇവർ എല്ലാവരും വെൽഫെയർ സ്കീം ഒരുപാട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഗ്രോത്ത് ഇല്ലാതെ ഇങ്ങനത്തെ റീഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോഴത്തേനും സംസ്ഥാനങ്ങൾ വലിയ കടക്കണിയിലാകും. കേരളവും അത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മോദിജിയുടെ ഡെവലപ്മെൻറ്റ് മോഡലും ഇതും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഒരു സ്ഥലത്ത് മോദിജിയുടെ ഡെവലപ്മെൻറ്റ് മോഡലിൽ ഗ്രോത്ത് ഉണ്ട്. ഇന്ത്യ ഏറ്റവും കൂടുതൽ വേഗത്തിൽ വളരുന്ന മേജർ ഇക്കോണമിയാണ് 11 വർഷമായിട്ട്. അതിൻ്റെ കൂടെയാണ് ഈ റീഡിസ്ട്രിബ്യൂഷനും വെൽഫെയർ സ്കീമും എംപവർ സ്കീമും എല്ലാം നടക്കുന്നത്. ഇപ്പോൾ കേരളമായാലും മറ്റ് പ്രതിപക്ഷ പാർട്ടികളുള്ള എല്ലാ സംസ്ഥാനമായാലും ഇപ്പം ഇവിടെ എല്ലാം കാണുന്നത് ഒരേ പ്രശ്നമാണ്. അതായത് ഇവർ ഇൻഡസ്ട്രിയൽ ബേസ് ഉണ്ടാക്കുന്നില്ല, ഗ്രോത്ത് ഇല്ല, പക്ഷേ റീഡിസ്ട്രിബ്യൂഷൻ ഒരുപാട് താല്പര്യമുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേന് 2-3 വർഷത്തിൽ വലിയ കടക്കണിയിലാകും. അത് തിരിച്ച് അടയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യമാകും. കേരളത്തിലും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. BJPയുടെ ലക്ഷ്യം കേരളത്തെ മൊത്തത്തിൽ മാറ്റിമറിക്കുക എന്നുള്ളതാണ്. BJPയുടെ ലക്ഷ്യം കേരളത്തിലെ ഒരു വികസിത കേരളമാക്കുക, സുരക്ഷിത കേരളമാക്കുക, ഇവിടെ ജനങ്ങൾക്ക് നല്ലൊരു ഭാവി ഉറപ്പാക്കുക. ഇതാണ് BJPയുടെ ലക്ഷ്യം. അപ്പോൾ എല്ലാ ആശംസകളും. വളരെ നന്ദി.